പാലക്കാട് വരെ പോയാൽ ലുലു മാൾ കാണാതെ പോകുന്നത് എങ്ങനെയല്ലേ? അപ്പോൾ ഞങ്ങൾക്കൊന്നൊരു ആവശ്യത്തിന് വേണ്ടി പാലക്കാട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കട്ട പോസ്റ്റായിരുന്നു 2 മണിക്കൂറോളം. അപ്പം ഞങ്ങൾ നേരെ നടന്നു ലുലു മാളിലേക്ക്. പോകുന്ന വഴിക്ക് ഞാൻ പഠിച്ച സ്കൂൾ കൂടെ കണ്ടു. പിന്നെ എനിക്ക് അങ്ങനെ സ്കൂളിൽ പഠിച്ച ഓർമ്മകളൊക്കെ ആയിരുന്നു കുറച്ച് നേരത്തേക്ക്. ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഏക ആശ്വാസം ഇത് എത്താറായി എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിരുന്നു ഏക ആശ്വാസം. പിന്നെ അത് ലക്ഷ്യം വെച്ച് നമ്മൾ അങ്ങനെ നടന്നു. മാളിൽ ചെന്നാൽ ഒന്നും വാങ്ങിക്കാനില്ലേലും എല്ലാ സെക്ഷനിലും കയറി ഓരോന്നിൻ്റെയും പ്രൈസ് നോക്കി ഇറങ്ങി വരിക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഹോബി. എന്നെപ്പോലെ ഹോബിയുള്ളവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് പ്ലാനിൽ പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നട്ടുച്ച ആയതുകൊണ്ടും നന്നായി വിശക്കുന്നതുകൊണ്ടും എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതുകൊണ്ടും നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ജ്യൂസും ഷവർമയും പിന്നെ കുറച്ച് സാലഡൊക്കെ എടുത്ത് അങ്ങോട്ട് കഴിച്ചു. അവിടെ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഒരു പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഫോട്ടോ എടുത്ത് നമുക്ക് അപ്പം തന്നെ ഒരു വിൻറ്റേജ് ലുക്കിൽ ഒരു പ്രിൻ്റൊക്കെ ആയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും ഒന്ന് എടുത്തു. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയല്ലേ നമുക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.